JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 പരീക്ഷ 11/10/2025 നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇമ്പോർട്ടൻറ്റ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The most important inspiratory muscle of the respiratory system. The most important inspiratory muscle of the respiratory system. അതായത് ശ്വസന വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്വസന പേശി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഡയഫ്രം ആണ് അല്ലേ? ഡയഫ്രം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ബോൺ വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ thoracic കേജ്. അതായത് തൊറാസിക് കൂട്ടിന്റെ ഭാഗമായ അസ്ഥിയെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് തൊറാസിക് കൂട്ടിന്റെ ഭാഗമായ അസ്ഥിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? സ്റ്റെർണം ആണ് കറക്റ്റ് ആൻസർ. സ്റ്റെർണം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ദ ലങ്സ്. അതായത് ശ്വാസകോശത്തിലെ വാതക കൈമാറ്റത്തിന്റെ പ്രാഥമിക സ്ഥലം അതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ദ ലങ്സ് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? അൽവോയിലാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മോസ്റ്റ് കോമൺ ഓർഗൻ അഫക്റ്റഡ് ബൈ ട്യൂബർക്കുലോസിസ് ഇൻ ഹ്യൂമൻ ബോഡി. അതായത് മനുഷ്യ ശരീരത്തില് ക്ഷയരോഗം ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തില് ക്ഷയരോഗം ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ അവയവം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ? ലങ്സ് ആണല്ലേ? ലങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. മെംബ്രെയിൻ കവറിംഗ് ദ ലങ്സ്. അതായത് ഈ ശ്വാസകോശത്തെ മൂടുന്ന മെംബ്രൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ? മെംബ്രൻ ഏതാണ്? ശ്വാസകോശത്തെ മൂടുന്ന മെംബ്രൻ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? പ്ലൂറ ആണല്ലേ? പ്ലൂറ. അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് that can be carried by a hemoglobin molecule. അതായത് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന പരമാവധി ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? എത്രയാണ്? എൻ്റെ അത് ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട്. ഏതാണ്? 4 ആണല്ലേ? 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വോളിയം ഓഫ് air inhaled or exhaled during a normal respiration is known as. അതായത് സാധാരണ ശ്വസന സമയത്ത് ശ്വസിക്കുന്നതിനോ പുറത്തു തള്ളുന്നതിനോ ആയ വായുവിന്റെ അളവ് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വോളിയം ഓഫ് എയർ ഇൻഹെയിൽഡ് ഓർ എക്സ്ഹേൽഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ ഈസ് നോൺ ആസ് ഏതാണ്? ടിഡൽ വോളിയം. ടിഡൽ വോളിയം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ബ്ലഡ് ബൗണ്ട് ടു. അതായത് ഈ രക്തത്തിലൂടെയാണ് ഓക്സിജൻ കടത്തുന്നത്. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ബ്ലഡ് ബൗണ്ട് ടു ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഹീമോഗ്ലോബിൻ ആണല്ലേ? ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ബ്ലഡ് ബോണ്ട് ടു ഹീമോഗ്ലോബിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സൈറ്റ് വെയർ ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് ഡാഷ്. അതായത് ഈ മനുഷ്യ ശരീരത്തില് ഓക്സിജൻ ഉപയോഗിക്കുന്ന സ്ഥലം അതാണ് ചോദിച്ചത്. സൈറ്റ് വെയർ ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഏതാണ് ശരി ഉത്തരം? സെൽസ് ആണല്ലേ? സെൽസ്.
The site where oxygen is utilized in the human body is cells. അടുത്ത question. Oxygen is transported in the blood by. Oxygen is transported in the blood by. അതായത് രക്തത്തിൽ ഓക്സിജൻ കടത്തിവിടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. റെഡ് ബ്ലഡ് കോർപ്സ്ക്യൂൾ ആണ് കറക്റ്റ് ആൻസർ. റെഡ് ബ്ലഡ് കോർപ്സ്ക്യൂൾ. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ബ്ലഡ് ബൈ റെഡ് ബ്ലഡ് കോർപ്സ്ക്യൂൾ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സിലിക്കോസിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡാഷ്. അതായത് ഈ സിലിക്കോസിസ് ഇവയുടെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതിൻ്റെയാണ്? ട്യൂബർക്കുലോസിസിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു. സിലിക്കോസിസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ് റിസ്ക് ഓഫ് ട്യൂബർക്കുലോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ. പാർട്ടിക്കുലേറ്റ് സൈസ് ഓഫ് എയർ പൊല്യൂട്ടൻസ് കോസിംഗ് ഗ്രേറ്റസ്റ്റ് ഹാം ടു ഹ്യൂമൻ ഹെൽത്ത്. അതായത് ഈ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ദോഷം വരുത്തുന്ന വായു മലിനീകരണത്തിന്റെ കണികയുടെ വലിപ്പം ആണ് ചോദിച്ചിട്ടുള്ളത്. പർട്ടിക്കുലേറ്റ് സൈസ് ഓഫ് എയർ പൊല്യൂട്ടൻസ് കോസിംഗ് ഗ്രേറ്റസ്റ്റ് ഹാം ടു ഹ്യൂമൻ ഹെൽത്ത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. പർട്ടിക്കുലേറ്റ് സൈസ് ലെസ് ദാൻ 2.5 ഇൻ ഡയമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ ആർ എയർ പൊല്യൂട്ടൻസ് എക്സെപ്റ്റ് ഡാഷ്. അതായത് ഇവയൊഴികെയുള്ളവയെല്ലാം വായു മലിനീകരണമാണ്. ഏതൊഴികെയുള്ളവയെല്ലാം? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? നൈട്രജൻ. ഓൾ ആർ എയർ പൊല്യൂട്ടൻസ് എക്സെപ്റ്റ് നൈട്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ബാങ്കോസിസ് ഈസ് ആൻ ഒക്യുപേഷണൽ ലങ് ഡിസീസസ്. അടുത്ത ക്വസ്റ്റ്യൻ. ലങ് ഡിസീസ് കോസ്ഡ് ബൈ സാൻഡ് ബ്ലാസ്റ്റിംഗ്. അതായത് ഈ മണൽപ്പൊടി മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗം ഏതാണ്? സിലിക്കോസിസ് ആണ്. അത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? സിലിക്കോസിസ്. മണൽപ്പൊടി മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗം സിലിക്കോസിസ് ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. മെയിൻ സിംറ്റം ഓഫ് പേഷ്യന്റ് വിത്ത് ഒക്യുപേഷണൽ ലങ് ഡിസീസസ്. അതായത് ഈ തൊഴിൽപരമായ ശ്വാസകോശ രോഗങ്ങളുടെ രോഗിയുടെ പ്രധാന ലക്ഷണമാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ബെർത്ത്ലെസ്നെസ് ആണ് കറക്റ്റ് ആൻസർ. മെയിൻ സിംറ്റം ഓഫ് പേഷ്യന്റ് വിത്ത് ഒക്യുപേഷണൽ ലങ് ഡിസീസസ് ബ്രീത്ത്ലെസ്നെസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മെഷേഴ്സ് ടേക്കൺ ടു റെഡ്യൂസ് വെഹിക്കുലർ എയർ പൊല്യൂഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. അതായത് വായു മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടികളിൽ ഇവ ഉൾപ്പെടുന്നു. ഏത് ഉൾപ്പെടുന്നു? ഏതാണ്? ഓപ്ഷൻ എ. യൂസ് ഓഫ് ലീഡഡ് പെട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ. റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫോർ TB പേഷ്യൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. അതായത് TB രോഗികൾക്ക് പ്രോട്ടീന്റെ സമ്പന്നമായ ഉറവിടം ഇവ ഒഴികെയുള്ളവയെല്ലാം ഉൾപ്പെടുന്നു. ഏതൊഴികെയുള്ളവയെല്ലാം ഉൾപ്പെടുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. റൈസ്. റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫോർ TB പേഷ്യൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് റൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫുഡ് ടു ബി അവോയ്ഡഡ് ബൈ TB പേഷ്യൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. അതായത് TB രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ ഇവ ഒഴികെയുള്ളവയെല്ലാം ഉൾപ്പെടുന്നു. ഏതാണ് ഉൾപ്പെടുന്നത്? ഇവ ഒഴികെയുള്ളവ ഏതാണ് ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? മിൽക്ക് ആൻഡ് എഗ്സ്. ഫുഡ് ടു ബി അവോയ്ഡഡ് ബൈ TB പേഷ്യൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് മിൽക്ക് ആൻഡ് എഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ ട്യൂബർക്കുലോസിസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ക്ഷയരോഗത്തിനുള്ള ഏറ്റവും പ്രധാന ഘടകം അപകട ഘടകം അതാണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ ട്യൂബർക്കുലോസിസ് ഇൻ ഇന്ത്യ ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. അണ്ടർ ന്യൂട്രീഷൻ ആണ് കറക്റ്റ് ആൻസർ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.